ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവഭക്തൻ ലജ്ജിച്ചു പോകാനോ ക്ഷീണിച്ചു പോകാനോ അനുവദിക്കത്തില്ലെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ തിരുവചനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുവനും ക്ഷീണിച്ചു പോകാൻ അനുവദിക്കത്തില്ല. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതൽ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകത്തില്ലെന്നല്ല, പക്ഷേ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നവൻ, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ, കർത്താവിൻ്റെ വിഷയത്തിൽ ഇടപെടേണ്ടതിനായി കാത്തിരിക്കുന്ന ഭക്തന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം വെളിപ്പെടുക മാത്രമല്ല, അവൻ ലജ്ജിച്ചു പോകാനും ക്ഷീണിച്ചു പോകാനും തളർന്നു പോകാനും അനുവദിക്കാതെ ബലത്തോടെ നടത്തുവാനിടയാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഇവിടെ ഒരു താരതമ്യ പഠനം നൽകുകയാണ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ തളർന്നു പോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഭാരമോ പ്രയാസമോ ക്ഷീണിതാവസ്ഥകളോ എന്തു വന്നോട്ട് നമ്മുടെ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തിൽ നിന്നൊരു വിടുതലിനായി കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മെ ഉയർത്തുന്ന, മാനിക്കുന്ന, കരം പിടിച്ചുയർത്തുന്ന, അത്ഭുതകരമായി നടത്തുന്ന കർത്താവിൻ്റെ ബലമുള്ള കരത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയുമെന്ന് തിരുവചനത്തിൽ അനേക ഉദാഹരണങ്ങൾ, അനേക കാര്യങ്ങൾ വെളിപ്പെടുത്തമേ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബത്സയിദ കുളക്കരയിൽ സൗഖ്യത്തിന് വേണ്ടി വന്ന ഒരു മനുഷ്യൻ 38 വർഷമായി കുളക്കരയിൽ കിടക്കുക. പക്ഷേ കുളത്തിൽ നിന്ന് സൗഖ്യമുണ്ട് എന്ന വിശ്വാസത്തിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കടന്നു വന്ന ഈ മനുഷ്യൻ ഏറിയ നാളുകളായെങ്കിലും അവൻ്റെ വിടുതലിന് വേണ്ടി കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട, തളർന്നു കിടക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ബലത്തോടെ തൻ്റെ കട്ടിലെടുത്ത് തലയിൽ വെച്ച് നടന്ന് മടങ്ങിപ്പോകാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കിയെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഏതെങ്കിലും ഭാരമേറിയ പ്രതിസന്ധിയുടെ നടുവിൽ, നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ വിഷണ്ണരാകാതെ കർത്താവിലായി കാത്തിരിക്കുക. നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിൽ വെച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുമെങ്കിൽ നിങ്ങളെ ക്ഷീണിപ്പിക്കാൻ വന്ന, പ്രയാസപ്പെടുത്താൻ വന്ന, പ്രശ്നത്തിലാക്കാൻ വന്ന വിഷയത്തിന് നടുവിൽ നിങ്ങൾ ആ വിഷയത്തെ ജയിച്ച് അതിന്മേൽ ജയം വരിച്ച് മുന്നേറുവാൻ തക്കവണ്ണം കഴുകനെ പോലെ ശക്തിയോടെ അതിനെ ജയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും. കഴുകൻ ചിറകടിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുന്നത് പോലെ പ്രശ്നങ്ങൾക്ക് മീതെ ദൈവം നിങ്ങളെ ഉയർത്തി അനുഗ്രഹിച്ച് മാനിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. നാം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല, നാം ജയാളികളായി തീരും. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.